എടാ ദിസ് ഈസ് ഇതിൽ എടാ ഞാൻ സമന്തയുടെ ലേറ്റസ്റ്റ് തെലുങ്ക് പടമായിട്ടുള്ള മാ ഇൻഡി ബംഗാരം എന്ന് പറഞ്ഞ പടം കണ്ട്. ഇത് തമിഴിൽ ഇതിൻ്റെ പേര് വന്നിട്ട് എങ്കൾ തങ്കം എന്നാണ്. ഇതെനിക്ക് തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ചിരുന്ന പടം തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്ന് വെച്ചാൽ എൻ്റെ ടൈമുമായിട്ടുള്ള തെലുങ്ക് ഷോസും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. തമിഴ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അങ്ങനെ തെലുങ്കിൽ തന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് കണ്ടില്ല. ഇതിപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പടം കണ്ടു. പടം എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലം വിഷയം കഥ അങ്ങനെയൊന്നും പറയണം. പണ്ട് എവിടെയൊക്കെയോ കേട്ട ഒരു കൈൻഡ് ഓഫ് ഒരു കഥ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു പോണത്. എനിക്ക് ആകെപ്പാടെ ഒരു നെഗറ്റീവ് തോന്നിയെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു. കാരണം 2.5 മണിക്കൂറുണ്ട് ഇപ്പോൾ തന്നെ. കുറച്ച് അൺനെസസറി അൺവാണ്ടഡ് സീൻസുകളൊക്കെ ഉണ്ട്. അതും കൂടെ കുറച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 2:10 2:15 ഒതുങ്ങിപ്പോയേനെ. ഇത് ആക്ച്വലി 90s നടക്കുന്ന കഥയാണ് ഇത് പറഞ്ഞു പോണത്. എവിടെയെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു കൂട്ടുകുടുംബം, അവിടെ പുള്ളിക്കാരി ഹസ്ബൻഡോടൊപ്പം വരണതും തുടർന്ന് നടക്കുന്ന ഇൻസിഡൻസ്, കുറച്ച് പ്രശ്നങ്ങൾ, അത് കാരണം അവരെ സേവ് ചെയ്യാൻ നടക്കുന്നത്, അങ്ങനത്തെ കൈൻഡ് ഓഫ് പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കേട്ടിട്ടില്ലാത്ത അങ്ങനത്തെ കഥയൊന്നും അല്ല. ഈ പടത്തിലെ വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ തന്നെയാണ്. സമന്തര ആക്ഷൻ സീക്വൻസ് എല്ലാം നൈസ് ആയിട്ടുണ്ട്. സോ എനിക്കത് വർക്കായി. പിന്നെ എസ്പെഷ്യലി സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് കിടിലം സാധനം. ഇത് ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് പറയണത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എൻഡ് കൊടുത്തൊന്നും അല്ല നിർത്തിയിരിക്കണത്. സോ നല്ലൊരു കഥ ഉണ്ടെങ്കിൽ വരട്ടെ, നന്നായിട്ട് തന്നെ വരട്ടെ. ഇതിപ്പം തെലുങ്കിൽ തന്നെ 100 കോടി എടുക്കുന്ന ഫസ്റ്റ് ഫീമെയിൽ ഓറിയൻറ്റഡ് പടമാണിത്. കളക്ഷൻ വൈസ് അറിഞ്ഞുകൂടാ, എന്നിരുന്നാൽ പോലും മുമ്പ് ഈ ഒരു ഹൈ ലെവൽ റെക്കോർഡ് വെച്ചിരുന്നത് അനുഷ്കേര അരുന്ധതി പടമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഈ ഒരു 100 കോടി പടം. സോ എന്നിരുന്നാലും എനിക്കെന്തായാലും നല്ല രീതിയിൽ എനിക്കിത് വർക്കായിട്ടുണ്ട്. സോ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി എന്നാൽ.